പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ മുറവിളി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയുന്നു. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി, തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി. വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയണം, നീതി പാലിക്കണം എന്നുള്ളതാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തണം എന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. മതേതരത്വത്തിന് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്ന ഈ നടേശനെ തളയ്ക്കണം, ഇയാളെ പൂട്ടണം, തുറുങ്കിലടക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനുപരിയായിട്ട് മലപ്പുറത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ കാണുന്നിടത്ത് വെച്ച് മുഖത്ത് കരിയോയിൽ ഒഴിക്കണം, അങ്ങനെ ചെയ്യുന്നവർക്ക് ക്യാഷ് അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇറാനിലും മറ്റുമൊക്കെ ചെയ്യുന്ന പോലെ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നിടത്ത് സ്ഥലത്ത് വെച്ച് കഴുത്ത് വെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൂ. അയത്തുള്ള കൊമേനി പണ്ട് ഈ സൽമാൻ റുഷ്ദിയെ കാണുന്നിടത്ത് വെച്ച് കഴുത്ത് വെട്ടണം, കഴുത്ത് വെട്ടുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണോ ജില്ലാ പ്രസിഡന്റിന്റെ സ്വന്തം അഭിപ്രായമാണോ നമുക്കറിയാം. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയമനുസരിച്ച് അവർക്ക് അഹിതകരമായ അഭിപ്രായം പറയുന്നവരുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കാനായിട്ട് ഭരണഘടനയിൽ വല്ല വ്യവസ്ഥ ഉണ്ടോന്നും അറിയില്ല. നിയമപണ്ഡിതൻ കൂടിയായിട്ടുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യം ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞാലും മതി, നമുക്ക് ആർക്കും ആക്ഷേപമില്ല. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് ആൾക്കാരുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കലാണെങ്കിൽ നമുക്ക് വിരോധമില്ല, സന്തോഷവും. അതുപോലെ അവരുടെ മുഖത്ത് വേറെ ആൾക്കാർ ഒഴിക്കും എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. ഞാൻ പറയാമെന്നതല്ല, വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ശരിയാണ്. അത് പുള്ളി എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഈഴവരാതി പിന്നാക്ക സമുദായക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നില്ല, അതിന് അനുമതി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇപ്പോൾ ഓർമ്മക്കുറവുള്ളവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണം തുടങ്ങി രണ്ടാമത്തെ വർഷത്തിൽ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയതാണ്. ഈ ലീഗിന്റെ 5ാം മന്ത്രി സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിവാദം തുടങ്ങിയത്. അന്ന് NSS SNDP ഒരുപോലെ പറഞ്ഞൊരു കാര്യം, ഇവിടെ ഭൂരിപക്ഷ സമുദായക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ആനുകൂല്യങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾ തട്ടിയെടുക്കും, നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യം. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ്, മുസ്ലിം ലീഗിനാണ് അപ്രമാദിത്വം, ഭൂരിപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ആവശ്യം ഉന്നയിച്ചാണ്. അതിന്റെ പുറത്താണ് അദ്ദേഹം BDJS രൂപീകരിച്ചത്. ഇനി LDF സർക്കാർ വന്നതിന് ശേഷം പുള്ളി ഈ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഐക്യമാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അത് ഒന്നുകൂടി വിശാലമായ ഒരു മുന്നണി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ സംഘടിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. ശ്രീനാരായണ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമിച്ചപ്പോൾ പോലും ഈഴവ സമുദായത്തിന് നീതി കിട്ടിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ, അതിൽ എത്ര ശതമാനം ശരിയുണ്ട്, എത്ര ശതമാനം ന്യായം ഉണ്ടെന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. അദ്ദേഹം ഒരു സമുദായ നേതാവാണ്. സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ സമുദായത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതിനോടെയാണല്ലോ ഈ SNDP യോഗ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്, അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത്. അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല, പുള്ളിക്ക് മതേതരനായിട്ട് നടക്കാം. അപ്പൊ അദ്ദേഹം ഒരു മതേതരനൊന്നുമല്ല, സാമുദായിക പ്രാതിനിധ്യത്തിന് ബാധിക്കുന്ന സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ആവശ്യങ്ങൾ ഇനിയും അദ്ദേഹം ഉന്നയിക്കും. നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിയോജിക്കാം, അദ്ദേഹത്തിന്റെ നിലപാടുകളെ വിമർശിക്കാം. മാധ്യമങ്ങൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ മാധ്യമം എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പാത്രം അദ്ദേഹത്തെ ധീരഞ്ജം വിമർശിച്ചുകൊണ്ട് മുഖപ്രസവം എഴുതി, അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ കരികോയിലൊഴിക്കുമെന്നൊക്കെ പറഞ്ഞത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവും. അതിലുപരി ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ലേബലിൽ ഇവിടെ നടക്കുന്ന ആഭിചാര പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. 85 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ, കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനയുടെ നേതാവ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ മാപ്രകൾ നടത്തുന്ന പ്രകടനം നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി പറയാൻ തുടക്കപ്പെടുത്തിക്കും അടുത്ത ആള് ഇതിൽ ഇടങ്കോലിട്ടുകൊണ്ട് വേറെ ചോദിച്ചു. 85 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ, ഈ തീവ്രവാദി എന്ന് വിളിക്കപ്പെട്ടവന്റെ മൂത്താപ്പയുടെ പ്രായമുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തെ നിങ്ങൾ ബഹുമാനിക്കണം, അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കണം. ഇവന്റെ വീട്ടിൽ വന്ന് മൂത്താപ്പയോടാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ഇയാളുടെ പ്രതികരണം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ മാധ്യമ പ്രവർത്തനമല്ല നടക്കുന്നത്, മാധ്യമ വ്യഭിചാരമാണ് ചില ചാനലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ മതം പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാണ് വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ഒരു ചാർജ്. ഇതേ മതത്തിൽപ്പെട്ട എത്രയോ മാധ്യമ പ്രവർത്തകർ മനോരമയിലുണ്ട്, എത്ര പേർ മാതൃഭൂമിയിലുണ്ട്, എത്ര പേര് ഏഷ്യാനെറ്റിലുണ്ട്, എത്ര പേർ കൈരളിയിലുണ്ട്, എത്ര പേർ ജയ്ഹിന്ദിലുണ്ട്.
എത്ര പേർ നമ്മുടെ 24 ന്യൂസിലുണ്ട്. അവർ ആരുടെയെങ്കിലും പേരിൽ ഇദ്ദേഹം തീവ്രവാദി എന്നുള്ള ആരോപണം ഉന്നയിച്ചു? എന്താ ഉന്നയിക്കാത്ത? അവരൊക്കെ മാന്യമായിട്ടും മര്യാദയായിട്ടുമാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ഇയാൾ നടത്തുന്നത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ശരിയല്ല, തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റാണ്. മാധ്യമ ഗുണ്ടായുസമാണ് ഈ ട്രീ കട്ടർ ചാനലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും 199 വിഷയത്തിലും ഇതിൽ എരിവും പുളിയും കൂട്ടി ഈ വായനക്കാരെ കേൾവിക്കാരെ, ശ്രോതാക്കളെ, പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിലെ തടി വെട്ടി വിൽക്കുന്ന പോലെയുള്ള പരിപാടിയാണ് മാധ്യമരംഗത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല ഇതിനെ ട്രീ കട്ടർ ചാനൽ എന്ന് വിളിക്കുന്നത്. അതിലെ ഒരു മാധ്യമപ്രവർത്തകനല്ല, മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഇതേ ഗുണ്ടായുസമാണ്, മാധ്യമ ഗുണ്ടായുസമാണ്. അല്ലെങ്കിൽ മാധ്യമ വ്യഭിചാരമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാധ്യമപ്രവർത്തനമല്ല, മാധ്യമ സ്വാതന്ത്ര്യമല്ല, മാധ്യമ ദുസ്വാതന്ത്ര്യമാണ്. അപ്പൊ ഈ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത് ശരിയല്ല. പണ്ട് VS അച്യുതാനന്ദൻ പിണറായി വിജയനെ ഡാങ്കയോട് ഉപയോഗിച്ച പോലെ, ഡാങ്കയോട് ഉപയോഗിച്ചത് ശരിയല്ല. ഡാങ്കയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആളാണ്. പിന്നീട് VSനോട് പാർട്ടി മാപ്പ് പറഞ്ഞു. അപ്പോൾ VS തിരുത്തി പറഞ്ഞു, ഡാങ്കയോട് ഉപയോഗിച്ചാൽ തെറ്റായിപ്പോയി. സത്യത്തിൽ ഉപയോഗിക്കേണ്ടിയിരുന്നത് പോൾട്ടിനോടോ അല്ലെങ്കിൽ സ്റ്റാലിനോടോ അതുമല്ലെങ്കിൽ ഓണേക്കറോടോ ചൗഷസ്ക്യൂനോടോ മറ്റായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞില്ല. ഡാങ്കയോട് ഉപയോഗിച്ചാൽ തെറ്റായിപ്പോയി. അതുപോലെ ഞാനും പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ ഈ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചെങ്കിൽ അത് തെറ്റാണ്. അയാളെ വിളിക്കേണ്ടത് മാധ്യമ ഗുണ്ട എന്നാണ്, അല്ലെങ്കിൽ മാധ്യമ വ്യഭിചാരി എന്നാണ്. അത് പുള്ളി വിളിച്ചില്ല. വിളിക്കേണ്ട വാക്ക് പുള്ളി വിളിച്ചില്ല എന്നൊരു പരാതി എനിക്കുമുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ ഈ ട്രീ കട്ടർ ചാനലും ഇതുപോലെയുള്ള റിപ്പോർട്ടർമാരും ഒക്കെ ചെയ്യുന്നത് ശുദ്ധ ഗുണ്ടായുസമാണ്. ഇനി ഒരു തമാശ, ഒരു കഥയെ കൂടി പറയുന്നത് അവസാനിപ്പിക്കാം. ഇത് ഞാൻ പണ്ട് MA പരീക്ഷ എഴുതി LLBക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വായിച്ച ഒരു കഥയാണ്. ഓർമ്മയെന്ന് പറയുന്നത് ചെറിയ തെറ്റുപറ്റാൻ സാധ്യത. കഥ ഇങ്ങനെയാണ്. കഥ എഴുതിയത് സുപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായ ഐവാൻ തുർഗനേവാണ്. ഈ തുർഗനേവ് ടോൾസ്റ്റോയുടെ ദസ്തയേവ്സ്കിയുടെ ഒക്കെ സമകാലികനായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ പറഞ്ഞ രണ്ടുപേരെക്കാളും റഷ്യയിൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ചെറിയ കഥയാണ്. കഥ ഇങ്ങനെയാണ്. രണ്ട് സുഹൃത്തുക്കൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ കുടിക്കും. ചായ ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് തെരുവിൽ ഒരു ബഹളം കേൾക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജനലൊക്കെ പോയി നോക്കി. എന്നിട്ട് പറഞ്ഞു, അവർ ഒരാളെ തല്ലുകയാണ്. ബഹുജനങ്ങൾ ഒരു മനുഷ്യനെ തല്ലുകയാണ്. അപ്പോൾ ഈ മേശയുടെ മുമ്പിലിരിക്കുന്ന ആൾ പറഞ്ഞു, അയാൾ വല്ല കള്ളന് വരികയും. അപ്പോൾ ഇയാൾ ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു, അല്ല കള്ളനല്ല, എന്നാൽ കൊലപാതകമായിരിക്കും. എന്നാലും ഇങ്ങനെ തല്ലണത് ശരിയല്ല, നമുക്ക് അയാളുടെ പോയിട്ട് വിടിപ്പിക്കാം, എന്നിട്ട് അയാളെ പോലീസിൽ ഏൽപ്പിക്കാം എന്ന് പറയാം. അപ്പോൾ മറ്റേ പറഞ്ഞു, അല്ല കള്ളനും അല്ല കൊലപാതകമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ വല്ല റഷ്യൻ കലാ പുനരുദ്ധാരകനും യാഥാസ്ഥിതിക പത്രാധിപനും അതല്ലെങ്കിൽ സ്ത്രീ സമത്വവാദിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ആരെങ്കിലും തല്ലുന്നത് ശരിയല്ല. അപ്പോൾ ഈ ജനലൊക്കെ നിൽക്കുന്ന ആൾ പറഞ്ഞു, അല്ല അയാൾ ഒരു പത്ര റിപ്പോർട്ടറാണ്. അത് കേട്ടപ്പോൾ ഈ ചായക്കപ്പിൻ്റെ മുമ്പിലേക്ക് ആൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം, നമുക്ക് ചായ കുടിക്കാം. ഈ സംഗതി ഞാനിപ്പോൾ ഓർത്തെന്താ വെച്ചാൽ, ഈ തുർഗനേവ് മരിച്ചിട്ട് എത്ര കൊല്ലമില്ല, ഒരു നൂറ്റാണ്ടെങ്കിലുമായിട്ട്. തുർഗനേവിന്റെ കഥയുടെ പ്രസക്തി എന്താ വെച്ചാൽ, ഈ ട്രീ കട്ടർ ചാനലിലെ ചില റിപ്പോർട്ടർമാർ നടത്തുന്ന പരാക്രമങ്ങൾ കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു ഞായറാഴ്ചയാണ്, നല്ലൊരു ദിവസമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇത് കേട്ടിട്ട് മാപ്പ് പറയുമോ പറയില്ലെന്ന് എനിക്കറിയില്ല. പുള്ളിയോട് മാപ്പ് പറയാൻ ഞാൻ ആളുമല്ല. ഏതായാലും നമ്മുടെ ഈ മാപ്പറകൾ നടത്തുന്ന കോപ്രായം അതിന് കടന്ന് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും കരികോയിലും ഒക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ അല്പം കൂടിയൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവരുടെ കതറുപ്പായത്തിൽ കരികോയിൽ വീഴേണ്ടു തോന്നും. അത്രയും ഇപ്പോൾ പറയാനുള്ളൂ. ജയ് ഹിന്ദ്.